നാഗ്പൂരിൽ ചരിത്ര സന്ദർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSS ആസ്ഥാനം സന്ദർശിച്ച മോദി ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. RSS ആസ്ഥാനത്തെത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. വർഷപ്രതിപദ ദിനത്തിൽ നാഗ്പൂരിലെത്താൻ കഴിഞ്ഞത് ഏറെ സന്തോഷകരമെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമാർഗം സ്വീകരിച്ച നാഗ്പൂരിലെയും ദീക്ഷഭൂമിയിലെയും ഇടങ്ങളിൽ മോദി സന്ദർശനം നടത്തി. മാധവ് നേത്രാലയം ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന് പ്രധാനമന്ത്രി ശിലാസ്ഥാപനം നടത്തി. ഗൗതമുണ്ട് വിവരങ്ങളുമായി. ഗൗതം, പ്രധാനമന്ത്രിയുടെ പരിപാടികൾ അവസാനിച്ചോ? അദ്ദേഹം ഉച്ചകഴിഞ്ഞ് ഛത്തീസ്ഗഡിലേക്ക് തിരിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. എങ്ങനെയായിരുന്നു നാഗ്പൂരിലെത്തിയ പ്രധാനമന്ത്രിക്ക് അവിടെ നൽകിയ സ്വീകരണം, അദ്ദേഹത്തിന്റെ പരിപാടികൾ? ാണ് നാഗ്പൂരിൽ ഇന്ന് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. അദ്ദേഹം 3 പരിപാടികളിലാണ് പങ്കെടുത്തത്. രാവിലെ അദ്ദേഹം എത്തിയപ്പോൾ തന്നെ RSS കാര്യാലയത്തിൽ എത്തുകയും ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ സ്മൃതി മണ്ഡപത്തിലും ഗുരുജി ഗോൾവാൾക്കറുടെ സ്മൃതി ചിഹ്നത്തിലും പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. അതിനുശേഷമാണ് പിന്നീട് ഈ BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച സ്ഥലത്ത് അദ്ദേഹം എത്തുകയും അവിടെ പുഷ്പാർച്ചനയും ധ്യാനം നടത്തുകയും ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നീട് സംഘത്തിന്റെ തന്നെ മാധവ നേത്രാലയ എന്ന ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടിയിൽ കർമ്മവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. അതിനുശേഷം പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഈ കാലഘട്ടത്തിന് എത്രത്തോളം അനിവാര്യമാണ് എന്നതിനെപ്പറ്റി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിന്റെ പ്രാധാന്യം, അതോടൊപ്പം തന്നെ 2025 മുതൽ സംഘം 100 വർഷം തികയ്ക്കുന്ന ഈ വർഷം മുതൽ 2047 രാഷ്ട്രത്തിന്റെ 100ാം സ്വാതന്ത്ര്യദിനം വരെയുള്ള കാലഘട്ടം ഈ ദേശത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ഇക്കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടിയുള്ള ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. എന്തായാലും ഈ 3 പരിപാടികൾ പൂർത്തീകരിച്ച് അദ്ദേഹം നാഗ്പൂരിൽ നിന്നും ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് യാത്ര തുടങ്ങി. നീലിമ. ശരി, ഗൗതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.